നമസ്കാരം. കണ്ണൂരിലെ യുവ നേതാവും കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റിജിൽ മാക്കുറ്റി KS ബ്രിഗേഡിൽ നിന്നും പുറത്തേക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ സുധാകരനൊപ്പം നിൽക്കാതിരിക്കുകയും VD സതീശൻ പക്ഷത്തേക്ക് ചായുകയും ചെയ്തതിനാണ് ഈ പുറത്താക്കൽ. കണ്ണിലെ കൃഷ്ണമണി പോലെ സുധാകരൻ കൂടെ കൊണ്ടു നടക്കുകയും കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും പല നേതാക്കളെയും വെറുപ്പിച്ച് കൂടെ നിർത്തുകയും ചെയ്ത മാക്കുറ്റി സുധാകരന്റെ ആപത്തുകാലത്ത് വഞ്ചകനായി മാറി എന്നാണ് സുധാകരൻ ബ്രിഗേഡ് കണക്കുകൂട്ടുന്നത്. സതീശൻ പക്ഷത്തേക്ക് മാറി സംസാരിക്കുകയും ഒരു വേള പോലും KSനെ സംരക്ഷിക്കാൻ വരാതിരിക്കുകയും ചെയ്തതോടെ KS അണികളിൽ കടുത്ത അമർഷം രൂപപ്പെട്ടിട്ടുണ്ട്. പല സീനിയർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും തഴഞ്ഞ് അർഹിക്കാത്ത പല പദവികളും മാക്കുറ്റി നേടിയെടുത്തത് സുധാകരന്റെ തണലിലാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഹിന്ദു സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പരത്തുന്ന വിധത്തിൽ പശുക്കുട്ടിയെ തെരുവിൽ അറുത്ത സമര രീതിയോട് പോലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴും സുധാകരൻ മാക്കുറ്റിയെ കൈവിട്ടിരുന്നില്ല. സസ്പെൻഡ് ചെയ്ത് ആജീവനാന്തം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ സുധാകരന്റെ സംരക്ഷണം മാത്രമായിരുന്നു ആ സമയത്ത് റിജിൽ മാക്കുറ്റിയുടെ കരുതൽ. സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് 10 മണ്ഡലം കമ്മിറ്റികളെയും അണികളെയും KS പക്ഷത്തേക്ക് നിർത്താൻ കഴിയാതിരുന്നതും റിജുലിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. മാക്കുറ്റിയെ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയതിന് പിന്നിലും പാർലമെന്ററി കാര്യ നേതാവാക്കിയതിന് പിന്നിലും സുധാകരൻ തന്നെയായിരുന്നു. മാക്കുറ്റിയെ സംരക്ഷിച്ചതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് പോലും ഒറ്റപ്പെട്ടു പോയത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3-ാം ദിവസം സീനിയർ നേതാവായ ഇന്ദിരയുടെ റൂമിലെത്തി പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ തനിക്ക് AC റൂം വേണമെന്നും വലിയ സംവിധാനം ഒരുക്കണമെന്നും മേയറോട് റിജിൽ പറഞ്ഞതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. സുധാകരൻ നേരിട്ട പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മാധ്യമങ്ങൾ KSU വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിനോടും റിജിൽ മാക്കുറ്റിയോടും സുധാകരൻ മത്സരിക്കുന്നതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയും KSന് പിന്തുണ കൊടുക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ AICC നേതാവായിരുന്ന ഷമാ മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞത് KS കണ്ണൂരിൽ മത്സരിക്കുന്നതിൽ തനിക്ക് സന്തോഷമേയുള്ളൂവെന്നാണ്. മത്സരിക്കട്ടെ എന്നുമാണ്. KSനെയും ഷമാ മുഹമ്മദിനെയും തമ്മിൽ അകറ്റുന്നതിൽ പങ്കുവഹിച്ചത് റിജിൽ മാക്കുറ്റിയാണെന്നാണ് സുധാകരൻ ബ്രിഗേഡ് കരുതുന്നത്. സതീശൻ പാച്ചേനിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന് പിന്നിലും റിജുലിന്റെ കരങ്ങളാണെന്ന് കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നുമുണ്ട്. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ആരെയും ഉപയോഗിച്ച് ഡിസ്പോസിബിൾ സിറിഞ്ച് പോലെ വലിച്ചെറിയുകയാണ് മാക്കുറ്റി ചെയ്യുന്നതെന്നാണ് ഒരു യൂത്ത് നേതാവ് ആരോപിച്ചത്. തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ രാഹുൽ ഗാന്ധിയെ വരെ ഉപയോഗിച്ചു എന്ന പരാതിയും മാക്കുറ്റിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. പല നേതാക്കളും KSനോട് ഈ വിവരം ആരാഞ്ഞപ്പോൾ മറുകണ്ഠം ചാടുന്ന നന്ദിയില്ലാത്തവർ പൊയ്ക്കോട്ടെ എന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. പല ആരോപണങ്ങളും നേരിട്ട സമയത്തും ഒരു മകനെ പോലെ കൊണ്ടു നടന്ന KSനോട് മാക്കുറ്റി കാണിച്ചത് കൊടിയ ചതിയും വഞ്ചനയുമാണെന്ന് ബ്രിഗേഡ് കരുതുന്നു. സുദീപ് ജെയിംസ്, അബ്ദുൾ റഷീദ്, സുധീഷ് മുണ്ടേരി തുടങ്ങിയവരൊക്കെ സുധാകരൻ പാളയം വിട്ടുപോകാൻ കാരണവും മാക്കുറ്റിയാണ് എന്ന ആരോപണവും ശക്തമാണ്. രാഷ്ട്രീയത്തിൽ പ്രാഞ്ചി സ്വഭാവം കാണിക്കുന്ന മാക്കുറ്റിക്കെതിരെ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് നേതൃത്വത്തിലും പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. മാക്കുറ്റി ഏത് പക്ഷത്തേക്ക് മാറിയാലും ബ്രിഗേഡിന്റെയും KS അനുകൂലികളുടെയും പിന്തുണ ഇനി മാക്കുറ്റിക്ക് ലഭിക്കില്ലെന്നാണ് ബ്രിഗേഡ് വ്യക്തമാക്കുന്നത്.